ഹല്ലേലൂയ. ഞങ്ങൾക്ക് ജീസസ് മിഷനിൽ ഒരു വലിയൊരു അനുഭവമുണ്ട്. ക്യാമ്പ് നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നൊരു വലിയ അനുഭവമുണ്ട്. ഒരു സ്ത്രീ ക്യാമ്പിന് വന്നിരിക്കുക. പഴകുളം പാസിലേക്ക് നടക്കുന്ന ക്യാമ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഇങ്ങനെ ക്യാമ്പ് നടക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീ സാധാരണഗതിയിൽ വൺ ഡേ പ്രയറിനാണ് ഇവർ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ബ്രദർ സംസാരിച്ച് കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ ക്യാമ്പിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ബ്രദർ അതിന് മുൻപ് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രദറിനോട് ഇവർ പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ ശബ്ദമുള്ളിടത്ത്, സ്തുതിപ്പുള്ളിടത്ത്, ആരാധനയുള്ളിടത്ത് എനിക്ക് നിൽക്കാൻ സാധിക്കത്തില്ല, എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ബ്രദറിനോട് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതിന് ശേഷമാണ് ഈ ക്യാമ്പിലേക്ക് കടന്നു വരുന്നത്. അപ്പം ക്യാമ്പിലേക്ക് കടന്നു വന്ന് ആദ്യത്തെ ദിവസം ശക്തമായ ആരാധന തുടങ്ങി. എല്ലാവരും എഴുന്നേറ്റേക്കാൻ പറഞ്ഞു. ഇവരും എഴുന്നേറ്റ് നിന്നു. ഒരു കുറച്ച് നേരം കഴിഞ്ഞ് ആരാധന ശക്തമായി കഴിഞ്ഞപ്പോൾ ഇവർ ശക്തമായി കൂവാൻ തുടങ്ങി. കുറുക്കൻ ഓളിയിടുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായ അവസ്ഥയിൽ ഇവരിങ്ങനെ കൂവാനായിട്ട് തുടങ്ങി. ആദ്യമൊക്കെ ശ്രദ്ധിച്ചില്ല, കുഴപ്പമില്ല, 2-3 കൂവലൊക്കെ കൂവി തൊണ്ടയൊക്കെ ഇടറി കഴിയുമ്പോൾ നിർത്തുമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല. അരമണിക്കൂർ ആരാധന തുടർന്നു പോയാൽ ഇവർ അരമണിക്കൂർ നിന്ന് കൂവും. ഇവരെ കൊണ്ട് രക്ഷയില്ല. അന്നുണ്ടായിരുന്ന ബ്രദറൊക്കെ, ബ്രദേഴ്സ് ബൈജു ബ്രദറും മറ്റ് ബ്രദേഴ്സ് എല്ലാവരും വന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവർക്ക് ചുറ്റും കൂടി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരാധിപ്പിക്കാൻ സ്റ്റേജിൽ നിൽക്കുന്നവരൊഴികെ ബാക്കി ബ്രദേഴ്സ് എല്ലാവരും ഇറങ്ങി നിന്ന് ഡെലിവറി ചെയ്യാൻ തുടങ്ങി. ഡെലിവറൻസ് പ്രാർത്ഥനകൾ തുടങ്ങി. പക്ഷേ ഒരു മാറ്റമില്ല. ഈ സ്ത്രീ ഇങ്ങനെ വീണ്ടും നിന്ന് കൂവിക്കൊണ്ടിരിക്കും. ഒരു രീതിയിലും ഇവർ കോംപ്രമൈസ് ചെയ്യില്ല. ഇവരുടെ കൈ പിടിച്ചാലും, 2 കൈക്ക് പിടിച്ചാലും വരുന്നവരെയൊക്കെ തട്ടി തെറിപ്പിക്കും, ആരെങ്കിലും അടിക്കും. ഒരു രീതിയിൽ ഇവർ നിൽക്കുന്നില്ല, പിടിച്ചാൽ കിട്ടുന്നില്ല. ഇവരിങ്ങനെ കൂവിക്കൊണ്ടേയിരിക്കും. ലാസ്റ്റ് ശിവബ്രദറിൻ്റെ അടുത്തോട് ചെന്നു, ബ്രദറെ, ഒന്നെങ്കിൽ ഈ സ്ത്രീയെ ഹോളിൽ നിന്ന് പിടിച്ച് പുറത്താക്കുക, ഇതിനെ വെച്ചുകൊണ്ട് 3 ദിവസം ധ്യാനം മുന്നോട്ട് പോകാമെന്ന് ബ്രദറെ പ്രതീക്ഷിക്കേണ്ട, പരിപാടി നടക്കൂല. ഒന്നെങ്കിൽ ഇതിനെ പിടിച്ച് പുറത്താക്കുക, അതല്ലെങ്കിൽ ബ്രദർ ഇറങ്ങി വരിക, എന്തെങ്കിലും സൊല്യൂഷൻ ഇടയ്ക്ക് നടത്തുക. ഞങ്ങളുടെ കൈ വിട്ടു, ഞങ്ങൾക്കും വഴിയില്ല. ബ്രദർ നോക്കിയപ്പോൾ കുഴപ്പമില്ല. ബ്രദറും വന്നു, ഒന്ന് പ്രെയർ ചെയ്യാം, നമുക്ക് ഡെലിവറൻസ് ചെയ്യാമെന്ന് പറഞ്ഞു. ബ്രദറും ഡെലിവറൻസ് ചെയ്യാനായിട്ടുള്ള ശക്തമായ പ്രയറുകൾ സ്റ്റാർട്ട് ചെയ്തു. തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ചു, പിശാചിനെ ബഹിഷ്കരിച്ചു. ഓരോ പ്രാവശ്യം പിശാചിനെ ബഹിഷ്കരിക്കുമ്പോഴും ഇവരിങ്ങനെ തളരും, താഴോട്ട് വീഴും. പക്ഷെ വീണ്ടും ഇവർ ചിരിച്ചുകൊണ്ട് എഴുന്നേക്കും. പിന്നെയും ഇവർ കൂവല് തുടങ്ങും. ഇത് തന്നെ പരിപാടി. ഒരു രീതിയിലും ഒരനക്കവും സംഭവിക്കുന്നില്ല. പല പ്രാവശ്യം ഡെലിവറൻസ് ചെയ്തിട്ടും ഒരു രീതിയിലും മാറ്റം വരുന്നില്ല. അപ്പോഴാണ് ബ്രദറിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു വ്യക്തി ബ്രദറിനെ ചൂണ്ടിക്കാണിച്ചു, ബ്രദറെ, ആ വ്യക്തിയുടെ മാലയൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മാലയൊന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് മാല എടുത്തൊന്ന് നോക്കുന്നത്. അപ്പോൾ മാല താലിമാലയാണ്. താലിയിൽ ഫ്രണ്ടിൽ കുരിശാണ്. പക്ഷെ പുറകിലോട്ട് നോക്കുമ്പോൾ ഒരു അന്യ വിഗ്രഹ ആരാധനയുടെ, അല്ലെങ്കിൽ അന്യ ആരാധനയുടെ ഒരു സിമ്പലാണ് അവരുടെ താലിയിലുള്ളത്. യഥാർത്ഥത്തിൽ അവർ 2 തലത്തിലും വിവാഹം കഴിച്ചിട്ടുണ്ട്. അവർ ഒരു ദൈവത്തിലല്ല ആശ്രയിക്കുന്നത്, പല ദൈവങ്ങളിൽ ആശ്രയിക്കുകയും പല രീതിയിൽ നടക്കുന്ന ഒരു സ്ത്രീയുമായിരുന്നു യഥാർത്ഥത്തിൽ. അവരുടെ വിവാഹം അങ്ങനെയായിരുന്നു. ബ്രദർ പറഞ്ഞ മാല ഊരി മാറ്റാൻ പറഞ്ഞു. അവരാദ്യം സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് ശക്തമായിട്ട് ബ്രദർ വാണിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ മാല ഊരി മാറ്റി. പിന്നീട് ഡെലിവറൻസ് ചെയ്തു. ഈ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു? പൂർണ്ണമായി ഡെലിവറായി. ഈ വ്യക്തി ഹാളിൻ്റെ അകത്തിരുന്ന് 3 ദിവസത്തെ ധ്യാനം കൂടി. ഒരു കുഴപ്പമുണ്ടായില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചേ, എന്തായിരിക്കും അപ്പം കാരണം? എന്തായിരിക്കും കാരണം? ബന്ധനം വരാനുള്ള കാരണം എന്താ? ചില ക്ലെയിമുകളാണ് ആ വ്യക്തിയിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടോ ബ്രദറെ? അല്ലേ? നമ്മൾ പലരും ചിന്തിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടോ നമ്മുടെ കുടുംബത്തിൽ? ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഇരിക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കണം. പലരുടെയും കുടുംബത്തിലുണ്ട്. നമുക്കൊന്ന് വായിക്കാം, വചനം വായിക്കാം. ജോഷുവയുടെ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. തനിക്ക് ബലിയായി ദഹിപ്പിക്കേണ്ട ജെറീക്കോയിൽ നിന്ന് ഒന്നും എടുക്കരുതെന്ന് കർത്താവ് നൽകിയ കൽപ്പന ഇസ്രായേൽ ജനം ലംഘിച്ചു. യൂദാ ഗോത്രത്തിൽപ്പെട്ട സേരായുടെ മകൻ സബ്ദിയുടെ പുത്രനും കാർമിയുടെ പുത്രനുമായ ആഖാൻ നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് എടുത്തു. അതായത് ദൈവം വ്യക്തമായിട്ട് അവനോടൊരു കൽപ്പന കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നിഷിദ്ധ വസ്തുക്കളൊന്നും അവിടെ നിന്ന് എടുക്കരുത് എന്ന് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ഒരു കൽപ്പന അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവരെന്ത് ചെയ്തു? ആ കൽപ്പനയെ ലംഘിച്ചു. തനിക്ക് ബലിയായി ദഹിപ്പിക്കേണ്ട ജെറീക്കോയിൽ നിന്നും ഒന്നും എടുക്കരുതെന്ന് കർത്താവ് നൽകിയ കൽപ്പന ഇസ്രായേൽ ജനം ലംഘിച്ചു. ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, നീ ജെറീക്കോ കീഴടക്കുക, ജെറീക്കോ നശിപ്പിക്കുക, അവിടെയുള്ള ഒന്നും നീ എടുക്കരുത്. എന്നാൽ ചില കാര്യങ്ങൾ എടുത്ത് ദൈവത്തിന് ബലിയർപ്പിക്കാൻ പറയുന്നുണ്ട്. നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്, അതിലേക്ക് പോകാം. പക്ഷെ അതിനു മുൻപ് നീ ഒന്നും എടുക്കരുത് എന്ന് പറഞ്ഞ കാര്യം എന്ത് ചെയ്തു? ഇവര് ലംഘിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്
നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്. വായിക്കാം. ബഥേലിന് കിഴക്ക് ബേതാവിന് സമീപത്തുള്ള ഐഷ് പട്ടണത്തിലേക്ക് ജെറീക്കോയിൽ നിന്ന് ജോഷുവ ജനങ്ങളെ അയച്ചു പറഞ്ഞു, നിങ്ങൾ പോയി അവിടം രഹസ്യമായി നിരീക്ഷിക്കുവിൻ. അതായത് ആയി പട്ടണം എന്ന് പറയുന്നത് ഒരു വലിയ പട്ടണമൊന്നുമല്ല, വളരെ ചുരുങ്ങിയ കുറച്ച് ആളുകളുള്ള ചെറിയൊരു പട്ടണമാണ്. അപ്പോൾ ഈ പട്ടണം പോയി നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ കീഴടക്കണം. യഥാർത്ഥത്തിൽ ജെറീക്കോ കീഴടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആയി പട്ടണം കീഴടക്കിയിട്ട് അപ്പുറത്ത് കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ കാനാനിലേക്ക് വേണമെങ്കിൽ പ്രവേശിക്കാം. അതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷെ ദൈവജനം എന്ത് ചെയ്തു? പാപം ചെയ്തിരിക്കുകയാണ്. ഇത് ദൈവത്തിനറിയാം. അപ്പം ദൈവം അവിടെ ജോഷുവയ്ക്ക് ഒരു ബോധ്യം കൊടുക്കുക, നീ എന്ത് ചെയ്യണം? ആയി പട്ടണത്തിൽ പോയി അവിടെ ഉറ്റുനോക്കി അതിനെ കൂടി കീഴടക്കിയിട്ട് എവിടേക്ക് പോയാൽ മതി? കാനാൻ ദേശത്തേക്ക് പോയാൽ മതി. താഴോട്ട് വായിക്കാം. അവർ അങ്ങനെ ചെയ്തു. അവർ തിരികെ വന്ന് ജോഷിയോട് പറഞ്ഞു, എല്ലാവരും അങ്ങോട്ട് പോകേണ്ടതില്ല, 2000-3000 പേർ പോയി ആയിയെ ആക്രമിക്കട്ടെ. അതായത് ഈ ആയി പട്ടണം വലിയ പട്ടണമൊന്നുമില്ല, നിങ്ങൾ കുറച്ച് പേര് പോയാൽ മതി, എല്ലാവരും കൂടി പോയി അത് നശിപ്പിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ പറയും, വലിയ മല്ലൻ്റെ മുമ്പിൽ ഒരു എലി പോലുള്ള ഒരുത്തൻ വന്ന് നിന്നാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പം അതാണ് ഇസ്രായേൽ ജനം അന്ന് വരെ യുദ്ധങ്ങൾ ചെയ്ത് ചുറ്റുപാടുമുള്ള സകല ജനത്തെയും കീഴടക്കിക്കൊണ്ട് ഇങ്ങോട്ട് താഴോട്ട് വന്നിരിക്കുകയാണ്. ഇനി നിങ്ങളെല്ലാവരും കൂടി പോയി അവരെ പേടിപ്പിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മര്യാദയ്ക്ക് ഒരു 10,000-2000 പേര് പോയി അതിനിങ്ങോട്ട് കീഴടക്കി അത് സ്വന്തമാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തിരിച്ചു പോരെ. അതിനുള്ള ശക്തിയെ അവിടെയുള്ളൂ, അതിനുള്ള ജനമേ അവിടെയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജോഷുവ ജനത്തെ അയക്കുകയാണ്. താഴോട്ട് വായിക്കാം. അങ്ങനെ അവരിൽ നിന്ന് ഏകദേശം 3000 പേർ പോയി. എന്നാൽ അവർ ആയി പട്ടണക്കാരുടെ മുൻപിൽ തോറ്റ് ഓടി. അതായത് 2000 പോയാൽ പോലും കീഴടങ്ങാനുള്ളതേ ആയി ഉള്ളൂ. ഈ പറയുന്ന പട്ടണം 2000 പേര് പോയാൽ തന്നെ അവസാനിക്കും. പക്ഷേ നിങ്ങളൊരു 3000 പേര് പോയിക്കോ, ഇനിയിപ്പോൾ കുറയ്ക്കണ്ട. നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഈ കല്യാണങ്ങൾക്കൊക്കെ സദ്യ ഇടുമ്പോൾ 150 പേരെ വിളിച്ചിട്ടുണ്ട്, എന്നാലും ഒരു 175 പേർക്ക് ഫുഡ് ഉണ്ടാക്കിയോ, കുറച്ച് ബാക്കി വന്നാലും കുഴപ്പമില്ല, തികയാതിരിക്കരുത് അല്ലേ എന്ന് പറയുന്ന പോലെ നിങ്ങൾ 2000 അല്ല, ഒരു 3000 പേരാണ് പോയിക്കോ. ആ 3000 കൊണ്ട് കാര്യം നടക്കട്ടെ, എന്നാൽ പോലും പ്രശ്നമൊന്നുമില്ല, അതിനാണ് തകർത്തിട്ട് പോരെ. താഴോട്ട് വായിക്കുമ്പോൾ ആയി നിവാസികൾ 36ഓളം പേരെ വധിച്ചു. അവർ അവരെ നഗര കവാടം മുതൽ ഷബാറിം വരെ പിന്തുടരുകയും, അതായത് ഇവിടെ നിന്ന് ഈ 3000 അങ്ങോട്ട് പോയിട്ട് അതിൽ തന്നെ 36 തട്ടി ബാക്കിയുള്ളതൊക്കെ അവിടെ നിന്ന് പേടിച്ച് തിരിച്ചോടി. ഓടുകയല്ല, യഥാർത്ഥത്തിൽ ആയി പട്ടണത്തുള്ളവർ ഇവരുടെ പട്ടണവാതിക്ക് വരെ തിരിച്ചു ഓടിച്ച് അകത്ത് കയറ്റി. ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അതിനു മുൻപ് ആയി പട്ടണത്തെക്കാൾ 10 മടങ്ങ് വലിയ രാജ്യങ്ങളെ കീഴടക്കി വലിയ വലിയ സമൂഹങ്ങളെ നശിപ്പിച്ച് തകർത്തെറിഞ്ഞുകൊണ്ട് അവിടെ നിന്നും താഴോട്ട് വന്നൊരു ജനതയാണ് ആര്? ഈ പറയുന്ന ഇസ്രായേൽ ജനം. അതിൽ തന്നെ അവർ പോയി കൃത്യമായി നോക്കി, 3000 തന്നെ ധാരാളമാണ്, 2000 തന്നെ ധാരാളമാണ്, എന്നാലും 3000 വിട്ടോ എന്ന് പറഞ്ഞ് ആ 3000 അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പോലും എന്തു പറ്റി? അവിടെയുള്ള ജനത്തിൻ്റെ മുൻപിൽ തോറ്റോടി തിരിച്ചു വന്നു. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ജനം ഭയചകിതരായി, അവർ ദൈവം നമ്മുടെ കൂടെ ഇല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ 10 മുതൽ വാക്യങ്ങളൊന്ന് വായിക്കാമോ? 7-ാം അധ്യായം 10 മുതൽ വാക്യങ്ങൾ. കർത്താവ് ജോഷിയോട് അരുളി ചെയ്തു, എഴുന്നേൽക്കുക, നീ എന്തിനെ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നു? അതായത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ജോഷിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താണ്? ഇത്രയും വലിയ ജനത്തെ ഞങ്ങൾ തോൽപ്പിച്ചു, ഇപ്പോൾ ഈ ചെറിയ ജനതയെ ഞങ്ങൾക്ക് തോൽപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ സകല യുദ്ധങ്ങളിൽ ഞങ്ങൾ വിജയിച്ചു, ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് പരാജയം ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇല്ല എന്ന് ആർക്ക് മനസ്സിലായി? ജോഷുവയ്ക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പാപം ഏറ്റു പറഞ്ഞ് നമ്മൾ ആരാധിക്കണം അല്ലേ? അപ്പോൾ ജോഷു അവിടെ കമന്ന് വീണ് കിടന്ന് കർത്താവിനെ ആരാധിക്കുക. അതാണ് നമ്മൾ മുകളിലുള്ള വചനം വായിക്കുമ്പോൾ, മുകളിൽ ദൈവത്തിൻ്റെ മുൻപിൽ, ദൈവത്തിൻ്റെ പേടകത്തിൻ്റെ മുൻപിൽ ജോഷു കമിഴ്ന്ന് വീണ് അവൻ വസ്ത്രം കീറി ദൈവത്തിൻ്റെ മുൻപിൽ ആരാധനകളും യാചനകളും സമർപ്പിച്ചുകൊണ്ട് ജോഷുവ നിൽക്കുക. അവിടെയാണ് 10-ാം വാക്യം വളരെ പ്രധാനപ്പെട്ടത്. ദൈവം ജോഷുവയോട് പറയുന്ന മറുപടിയാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മറുപടി. വായിക്കാം 10-ാം വാക്യം. കർത്താവ് ജോഷിയോട് അരുളി ചെയ്തു, എഴുന്നേൽക്കുക, നീ എന്തിനെങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നു? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, എന്റെ കൽപ്പന അവർ ലംഘിച്ചു, നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി, അവ തങ്ങളുടെ സാമാനങ്ങളോട് കൂടെ വെച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ദൈവം പറയുക, ജോഷുവ
നീ കമിഴ്ന്ന് വീണ് കിടന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നീ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചാലും ഇതിനൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല. കാരണം ഇപ്പോൾ പ്രാർത്ഥനയല്ല ഇതിന് പരിഹാരം, പകരം മറ്റൊരു പരിഹാരമുണ്ട് എന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ജോഷുവ കമിഴ്ന്ന് വീണ് സാഷ്ടാംഗം വീണ് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തോട് യാചിച്ച്, ദൈവമേ നിന്റെ സാന്നിധ്യം എവിടെ, നീ എന്തുകൊണ്ടില്ല എന്ന സംശയങ്ങളാണ് ജോഷുവ ചോദിക്കുന്നത്. അപ്പോൾ ജോഷുവോട് പറഞ്ഞു, നീ എന്തിനിങ്ങനെ കമിഴ്ന്ന് വീണ് കിടക്കണം? നീ കമിഴ്ന്ന് വീണ് കിടന്നിട്ട് ഒരു കാര്യമില്ല, നീ എഴുന്നേൽക്കുക. പ്രശ്നം ഇതാണ്, ശപഥാർപ്പിത വസ്തുക്കൾ നീ എന്ത് ചെയ്തു? നിന്റെ ജനം സ്വന്തമാക്കി കൈവശം വെച്ചിരിക്കുക. നീ ആദ്യം പോയി ഈ വസ്തുക്കൾ അവരിൽ നിന്നും മാറ്റപ്പെടണം. എന്നാൽ മാത്രമേ നിനക്ക് എന്ത് പറ്റത്തുള്ളൂ? ഒരു വിടുതലുണ്ടാകത്തുള്ളൂ, നിനക്കൊരു ഡെലിവറൻസ് ഉണ്ടാകത്തുള്ളൂ, ദൈവാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരത്തുള്ളൂ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജോഷുവാക്കി ദൈവം സംസാരിച്ചുകൊണ്ട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു. നമുക്കൊരു വചനം വായിക്കാം. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം 17-18 വാക്യം. 6-ാം അധ്യായം 17-18 വാക്യം. പട്ടണവും അതിലുള്ള സമസ്തവും കർത്താവിന് കാഴ്ചയായി നശിപ്പിക്കേണ്ടതാണ്. നമ്മുടെ ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ വേശ്യയായ റാഹാബും അവരുടെ കുടുംബത്തിലുള്ളവരും ജീവനോടെ ഇരിക്കട്ടെ. വ്യക്തമായി ജോഷു അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജോഷുവായിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി മുന്നറിയിപ്പ് കൊടുത്തു. എന്താ കൊടുത്തിരുന്നത്? പട്ടണം മുഴുവൻ ശപഥാർപ്പിത വസ്തുവാണ്, അത് മുഴുവൻ എന്ത് ചെയ്യണം? നശിപ്പിക്കണം. അതിൽ നിന്നും ഒന്നും നിങ്ങൾ സ്വന്തമാക്കരുത് എന്ന് ദൈവത്തിന്റെ കൽപ്പന ഉണ്ടായിരുന്നു. ആ കൽപ്പനയാണ് ഇവർ എന്ത് ചെയ്തത്? ലംഘിച്ചത്. ആ ലംഘിച്ചതിന്റെ കാരണമാണ് ഇവർക്ക് എന്ത് സംഭവിച്ചത്? നാശം ഇവരുടെ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ആയി പട്ടണത്തിന്റെ മുൻപിൽ എന്ത് സംഭവിച്ചു? തോറ്റോടേണ്ട ഒരു അവസ്ഥ വന്നു. തോറ്റോടേണ്ട ഒരു അവസ്ഥ വന്നു. ജോഷുവയുടെ പുസ്തകം 22-ാം അധ്യായം 20-ാം വാക്യം ഒന്ന് വായിക്കാമോ? സേറായുടെ മകൻ ആഖാൻ നേർച്ച വസ്തുക്കളുടെ കാര്യത്തിൽ അവിശ്വസ്തത കാണിക്കുകയും അതിന്റെ ശിക്ഷ ഇസ്രായേൽ ജനം മുഴുവനും അനുഭവിക്കുകയും ചെയ്തില്ലേ? യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനം മുഴുവൻ ഈ പാപം ചെയ്തോ? ഇല്ല. ആരാ ചെയ്തത്? അതാണ് വായിച്ചത്. വായിച്ചോ, ഒന്നിനും വായിച്ചോ മോനെ. സേറായുടെ മകൻ ആഖാൻ നേർച്ച വസ്തുക്കളുടെ കാര്യത്തിൽ അവിശ്വസ്തത കാണിക്കുകയും അതിന്റെ ശിക്ഷ ഇസ്രായേൽ ജനം മുഴുവൻ അനുഭവിക്കുകയും ചെയ്തില്ല. അപ്പൊ എല്ലാവരും അല്ല ചെയ്തത്, ഒരു വ്യക്തിയാണ് ചെയ്തത്. ആ ഒരു വ്യക്തി ചെയ്തതിന്റെ ശിക്ഷ എന്ത് പറ്റി? എല്ലാവർക്കും, ആ ജനത്തിന് മുഴുവൻ സംഭവിച്ചു എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ദൈവം പറയുകയാണ്, ഇവിടെ ആരാണ് പാപം ചെയ്തത്? ആ പാപം ചെയ്ത വ്യക്തിയെ കൃത്യമായിട്ട് ജോഷുവയ്ക്ക് അറിയാം, അല്ലെങ്കിൽ ദൈവാത്മാവ് പിന്നീട് നമ്മൾ അടുത്ത അധ്യായങ്ങളിലേക്ക് പോകുമ്പോൾ അത് ചെയ്ത വ്യക്തി നുണ പറഞ്ഞെങ്കിലും പിന്നീട് അവൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അവൻ ഭൂമിയിലേക്ക് താണു പോവുകയും അവൻ്റെ ശപഥാർപ്പിത വസ്തുക്കളോട് കൂടെ ദൈവം അതിനെ നശിപ്പിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ഒരു വ്യക്തി ചെയ്തതിന് ഇസ്രായേൽ ജനം മുഴുവൻ എന്ത് പറ്റി? ശിക്ഷ അനുഭവിച്ചു. ഒറ്റ വ്യക്തിയെ പാപം ചെയ്തേ, പക്ഷെ തോറ്റോടിയത് മുഴുവൻ ഇസ്രായേൽ ജനം മുഴുവനും കൂടിയായിരുന്നു. ഒരാളാണോ? അല്ല. ഇതിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ തുടർന്ന് വരുന്നുണ്ട്. പക്ഷേ ഈ ബന്ധനത്തിൻ്റെ മേഖല നമ്മൾ കുറച്ചുകൂടി ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കേണ്ട ചില മേഖലകളുണ്ട്. അതുകൊണ്ട് അതിൻ്റെ 6-ാം അധ്യായം നമ്മൾ നേരത്തെ വായിച്ച 17 മുതൽ വീണ്ടും താഴോട്ടൊന്നും കൂടി ഒന്ന് വായിക്കുകയാണ്. പട്ടണവും അതിലുള്ള സമസ്തവും കർത്താവിന് കാഴ്ചയായി നശിപ്പിക്കേണ്ടതാണ്. നമ്മുടെ ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ വേശ്യയായ റാഹാബും അവരുടെ കുടുംബത്തിലുള്ളവരും ജീവനോടെ ഇരിക്കട്ടെ. നശിപ്പിക്കേണ്ട ഈ പട്ടണത്തിൽ നിന്നും നിങ്ങൾ ഒന്നും എടുക്കരുത്. അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ പാളയത്തിന് നാശവും അനർത്ഥവും സംഭവിക്കും. അതായത് ആ പട്ടണത്തിൽ നിന്നും എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന് അർപ്പിക്കേണ്ടതുണ്ട്. അല്ലാതെ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇസ്രായേൽ ജനത്തിന് നാശം വരുമെന്ന് വ്യക്തമായിട്ട് ദൈവം കൽപ്പന കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പലരുടെയും ഭവനത്തിൽ ഇത്തരം മേഖലകൾ പലതും ഇരിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ഇരിക്കുന്നുണ്ട്. യേശുവിന്റെ ധ്യാനം കൂടിയ പലർക്കും അറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ വീടുകളിൽ ഇത്തരം ബന്ധനമുള്ള വസ്തുക്കൾ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തിയെ ഡെലിവറൻസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ താലിയായിരുന്നു, ആ താലിയിലുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു അവന് ക്ലെയിമായിട്ട് പിശാച് അതിൽ ഉറച്ചു നിന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കൊയിൻ, ആ കൊയിനുമ പിടിച്ചിട്ട് ആരിരുന്നു? പിശാചിരുന്നു. ഇതെൻ്റെ വസ്തുവാണ്, നീ എന്തിനെ അവനെ ഡെലിവർ ചെയ്യുന്നത്? ഇതെൻ്റെ അവകാശമാണെന്ന് പറഞ്ഞ് പിശാച് ആ വസ്തുവിൽ തന്നെ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ തന്നെ നിലനിന്നു. എന്നാൽ ആ കൊയിൻ എടുത്ത് ഉപേക്ഷിച്ച് മാറ്റി കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്നൊരു വിടുതൽ വന്നത്, ഒരു മാറ്റം വന്നത്, അല്ലെങ്കിൽ അവനൊരു ഡെലിവറൻസ് സംഭവിച്ചത്. നമ്മൾ താഴോട്ടൊന്ന് വായിക്കാമോ മോനെ? ജോഷുവയുടെ പുസ്തകം തന്നെ അതിൻ്റെ 19-ാം വാക്യം ഒന്ന് വായിക്കാമോ? എന്നാൽ വെള്ളിയും സ്വർണവും പിച്ചളയും ഇരുമ്പും കൊണ്ട് നിർമ്മിതമായ പാത്രങ്ങൾ കർത്താവിന് വിശുദ്ധമാണ്.
അവ കർത്താവിൻ്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കണം. ശ്രദ്ധിക്കണേ, ഇത് വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ നമുക്ക് കൂടുതൽ വരും. ദൈവം എന്ന് പറഞ്ഞ ജെറിക്കോയിൽ നിന്നും ഒന്നും എടുക്കരുത്, അത് മുഴുവൻ ശപഥാർപ്പിത വസ്തുവാണ്, അതെല്ലാം നശിപ്പിക്കണം, അതെല്ലാം കത്തിക്കണം എന്ന് പറഞ്ഞ ദൈവം ഈ വാക്യം ഒന്നുകൂടി വായിക്കാൻ മോനെ. എന്നാൽ വെള്ളിയും സ്വർണവും പിച്ചളയും ഇരുമ്പും കൊണ്ട് നിർമ്മിതമായ പാത്രങ്ങൾ കർത്താവിന് വിശുദ്ധമാണ്, അവ കർത്താവിൻ്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കണം. ഇതെന്ത് ദൈവമല്ലേ? ഇതെന്ത് ദൈവമാണ്? ചിലർക്ക്, ഈ വിമർശകർക്ക് ഈ ഒരൊറ്റ വാക്യം കണ്ടാൽ മതി. കണ്ട, ജനത്തിന് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല, പക്ഷെ ദൈവത്തിന് സ്വന്തം ഭണ്ഡാരത്തിലേക്ക്, അല്ലേ? പ്രിയമുള്ളവരോട് ശ്രദ്ധിക്കണേ, ദൈവത്തിന് കുഴപ്പമില്ല. ദൈവത്തിന് എന്ത് ചെയ്യാം? ഈ സ്വർണവും വെള്ളിയും പിച്ചളയും അവൻ്റെ ഭണ്ഡാരത്തിൽ സ്വീകരിക്കാം, പക്ഷെ മനുഷ്യന് ഇത് പാടില്ല എന്നുള്ളതാണ് ഇവിടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊന്ന് നോക്കിയേ, ഇതെന്ത് ദൈവം അത്? ഇതെന്ത് നിയമം അത്? ദൈവത്തിന് കുഴപ്പമില്ല, പക്ഷെ മനുഷ്യന് ഇതൊരു പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു തലത്തിലാണ് നമ്മളിവിടെ കാണുന്നത്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 24-ാം വാക്യം. പിന്നീട് അവർ ആ പട്ടണവും അതിലുള്ള സമസ്തവും അഗ്നിക്കിരയാക്കി. പിച്ചളയും ഇരുമ്പും കൊണ്ട് ഉണ്ടാക്കിയ പാത്രങ്ങളും സ്വർണവും വെള്ളിയും അവർ കർത്താവിൻ്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് ഈ പണം കൊണ്ടും സ്വർണം കൊണ്ടൊന്നും കുഴപ്പമില്ല, മനുഷ്യനാണ് പ്രശ്നം വരുന്നത്. അപ്പം മനുഷ്യനാണ് പ്രോബ്ലം വരുന്നുള്ളൂ. അപ്പോൾ ദൈവം പറഞ്ഞ എൻ്റെ ഭണ്ഡാരത്തിലേക്ക് നീ നിക്ഷേപിച്ചോ, കുഴപ്പമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ, മറ്റവൻ ആ പണം വെച്ചു, ഈ പട്ടണത്തിൽ പോയി തോറ്റോടി. നമ്മൾ താഴോട്ട് അടുത്ത അധ്യായങ്ങളിലേക്ക് വായിക്കുമ്പോൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്, അതിന് ദൈവം ശിക്ഷിക്കുന്നു. ദൈവം അവനോട് മാറി നിൽക്കാൻ അവനും അവൻ്റെ കുടുംബവും ശപഥാർപ്പിത വസ്തുക്കളും മാറി നിൽക്കുന്നു. ജോഷുവ പറയുന്നുണ്ട്, ദൈവം ഇന്നുവരെ ചെയ്യാത്തൊരു ശിക്ഷാവിധിയായിരിക്കും നിനക്ക് വരുത്തുന്നത് എന്ന് പറഞ്ഞ് അവനെ ശിക്ഷിച്ച് നശിപ്പിച്ചതിന് ശേഷമാണ് പിന്നീട് അവർ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയാവുന്ന വിഷയമാണ് അത്. പക്ഷേ ഇവിടെ ദൈവത്തിനത് പ്രശ്നമില്ല, ശപഥാർപ്പിത വസ്തു ഒന്നും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കട്ടും മുട്ടിച്ചും കൊണ്ടുവന്ന് കർത്താവിൻ്റെ ഭണ്ഡാരത്തിൽ ഇട്ടാലും കുഴപ്പമില്ല, അല്ലേ? കായംകുളം കൊച്ചുണ്ണി ചെയ്തത് നന്മയാണോ? പുള്ളി സ്വർഗത്തിലായിരിക്കില്ലേ? കായംകുളം കൊച്ചുണ്ണി സ്വർഗത്തിലായിരിക്കുമോ നരകത്തിലായിരിക്കുമോ? വിധിക്കാൻ നമ്മൾ ആളല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി വെച്ച് പുള്ളി പാവങ്ങളെ സഹായിക്കുമായിരുന്നില്ലേ, അല്ലേ? വലിയ ഭണ്ഡാരങ്ങളിൽ നിന്നും അവൻ കൊട്ടെടുത്തുകൊണ്ട് പാവങ്ങളെ സഹായിക്കുമായിരുന്നു. അപ്പോൾ പുള്ളി എവിടെയായിരിക്കും? അല്ലേ? ഈ നിയമം വെച്ച് സ്വർഗത്തിലായിരിക്കണ്ടേ? കാരണം ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? ദൈവത്തിന് ആ ഭണ്ഡാരത്തിന് പ്രശ്നമൊന്നുമില്ലല്ലോ. പുള്ളി ഒട്ടും ഉപയോഗിക്കുന്നില്ല, പുള്ളി പാവങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്, അല്ലേ? ഇത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? കൽപ്പന ലംഘനമാണ്, നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവിടെ 6:24 നമ്മൾ വായിച്ചു, ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ അത് നിക്ഷേപിക്കാൻ ദൈവം കൽപ്പിച്ചു, ബാക്കിയെല്ലാം എന്ത് ചെയ്തു? കത്തിച്ച് നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ദൈവം ഇതെങ്ങനെ വിശുദ്ധീകരിക്കും, അല്ലെങ്കിൽ ദൈവത്തിന് ഇതെങ്ങനെ വിശുദ്ധമാകുമെന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, പഴയ നിയമത്തിൽ സകല കാര്യങ്ങളും അത് ലിറ്ററലി എഴുതി പോയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് പുതിയ നിയമത്തിൽ വരാനിരിക്കുന്ന ചില കാര്യങ്ങളുടെ നിഴലാണ് ഈ പഴയ നിയമത്തിൽ കിടക്കുന്ന പല മേഖലകളും. നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ ന്യൂ ടെസ്റ്റ്മെൻറ്റ് കൂടി നമ്മൾ വായിച്ച്, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മാത്രമേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. നമ്മളൊന്നും കൂടി ആ വചനം ഒന്ന് വായിക്കാം. 6:24-25 ഒന്നുകൂടി ഒന്ന് വായിക്കാമോ? പിന്നീട് അവർ ആ പട്ടണവും അതിലുള്ള സമസ്തവും അഗ്നിക്കിരയാക്കി. പിച്ചളവും ഇരുമ്പും കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളും സ്വർണവും വെള്ളിയും അവർ കർത്താവിൻ്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു. ഇതെവിടെയാണ് കർത്താവിൻ്റെ ഭണ്ഡാരം? ജോഷുവയുടെ കാലത്ത് ഇങ്ങനെ ഒരു ഭണ്ഡാരം ഉണ്ടോ? ആലയം ഉണ്ടോ? കർത്താവിന് ഒരു ആലയവുമില്ല, അങ്ങനൊരു ഭണ്ഡാരവും ഉള്ളതായിട്ട് നമ്മൾ ഈ വചനത്തിൽ എവിടെയും വായിച്ചാൽ കാണാൻ പറ്റത്തില്ല. യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന ഒരു ആലയത്തെക്കുറിച്ചാണ് ദൈവാത്മാവ് മുന്നമേ ഒരു പ്രവചനം പറയുന്നത്. ഒരു ആലയം വരാനിരിക്കുന്നുണ്ട്. ദാവീദാണ് ഒരു ആലയം ദൈവത്തിന് വേണ്ടി പണിയണമെന്ന് ആദ്യമായിട്ട് ആഗ്രഹിച്ചത്. ദാവീദ് ആഗ്രഹിച്ചിട്ട് ദാവീദിന് പറ്റിയോ? ഇല്ല. ദാവീദിൻ്റെ മകനെ കൊണ്ടാണ് ദൈവം ഒരു ആലയം പണിയിപ്പിക്കുന്നത്. ആ ആലയം പണിതതിന് ശേഷമാണ് അവിടെ എന്ത് വരുന്നത്? ഒരു ഭണ്ഡാരം വരുന്നത്. പക്ഷേ ഇവിടെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ അത് നിക്ഷേപിച്ചു എന്ന് വചനം പറയുമ്പോൾ അത് വരാനിരിക്കുന്ന കാര്യത്തെ കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം പറയുന്നത്. യേശു ക്രിസ്തുവിൽ വരാനിരിക്കുന്ന ഒരു രക്ഷയെ കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കാര്യം ദൈവാത്മാവോട് ബോധ്യം തരുന്നത്. ജോഷുവയുടെ പുസ്തകം അതിൻ്റെ 9-ാം അധ്യായം 24 മുതൽ 27 വരെ വാക്യങ്ങളൊന്ന് വായിക്കാമോ? യഥാർത്ഥത്തിൽ ഇത് പറയുമ്പോൾ അവിടെ ഒരു ഭണ്ഡാരമോ ഒരു ആലയമോ ഇല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. നിങ്ങൾ വചനത്തിൽ ഉടനീളം വായിച്ചു നോക്കിക്കോ. ജോഷുവയുടെ പുസ്തകത്തിൽ ഈ പറയുന്ന സംഭവം വരുമ്പോൾ അവിടെ ഒരു ആലയമോ
ഒരു ഭണ്ഡാരമോ ഇല്ലാത്ത സമയത്താണ് ആലയത്തിൽ നിക്ഷേപിക്കാൻ പറയുന്നതും ആലയത്തിന് വേണ്ടി ചെയ്യാൻ പറയുന്നതും. എന്നാൽ 9-ാം അധ്യായം 24 മുതൽ വാക്യങ്ങൾ വായിക്കാം. അവർ ജോഷുവയോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദാസനായ മോശയോട് ഈ ദേശം മുഴുവനും നിങ്ങൾക്ക് തരണമെന്നും തദ്ദേശവാസികളെയെല്ലാം നിഗ്രഹിക്കണമെന്നും കൽപ്പിച്ചിട്ടുണ്ടെന്ന് നിന്റെ ദാസന്മാരായ ഞങ്ങൾക്ക് അറിവ് കിട്ടി. അതായത് നമുക്കറിയാം, നമ്മളും പരിചിതമായൊരു വിഷയം തന്നെയാണ് ഗിബയോൻകാരുടെ വഞ്ചന. ബൈബിൾ അറിയാവുന്നവർക്ക് അറിയാം, എല്ലാവർക്കും അറിയണം നിർബന്ധമില്ല. ഗിബയോൻകാരുടെ വഞ്ചന. ഈ ഗിബയോൻകാർ വന്ന് ജോഷുവയുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്തൊക്കെ വരികയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഞങ്ങളുമായിട്ടൊരു സന്ധി ചേരണം. അപ്പോൾ ജോഷുവ പറഞ്ഞു, പറ്റത്തില്ല, നിങ്ങൾ ചിലപ്പോൾ അടുത്തുനിന്നുള്ളവരായിരിക്കും, നിങ്ങൾ ഞങ്ങളെ പറ്റിക്കാൻ വന്നായിരിക്കും, നിങ്ങൾ ഉടായ്പായിരിക്കും. അപ്പോൾ അല്ല, ഞങ്ങൾ ഒത്തിരി ദൂരെ നിന്നാണ്, അതായത് ഞങ്ങളുടെ തോൽക്കുടങ്ങൾ വറ്റി, ഞങ്ങളുടെ അപ്പകഷ്ണമാണെങ്കിൽ ഉണങ്ങി വരണ്ടു, ഞങ്ങൾ ഒത്തിരി ദൂരെ നിന്ന് യാത്ര ചെയ്യുകയാണ്, നീ ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണമെന്നൊക്കെ ജോഷുവയോട് പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് നടന്നു വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവന്മാരെന്താ തൊട്ടപ്പുറത്തുള്ള ദേശക്കാരാണ്. ഗിബയോൻകാർ എന്ത് ചെയ്തതാണ്, ജോഷുവയെ പറ്റിച്ചതാണ്. യഥാർത്ഥത്തിൽ ജോഷുവ ആ രാജ്യത്തെ മുഴുവൻ നശിപ്പിച്ച് മുന്നേറിയന്, പക്ഷേ ഇവനായിട്ടൊരു എഗ്രിമെൻ്റ് ചെയ്തു, എന്ത്, ഞങ്ങൾ നിന്നെ നശിപ്പിക്കത്തില്ല. അപ്പോൾ വാക്ക് പാലിക്കണം ജോഷുവയ്ക്ക്. അപ്പോൾ ജോഷുവ എന്ത് ചെയ്തു, വാക്ക് പാലിച്ചു. ഓക്കെ, ഇവരെ നശിപ്പിക്കേണ്ട, പകരം എന്ത് ചെയ്യാം, പകരം ഇവർക്ക് എന്തെങ്കിലും വേല കൊടുക്കാം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതാണ് നമ്മൾ 25-ാം വാക്യം വായിക്കുന്നത്. വായിക്കാം. ഇതാ ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കരങ്ങളിലാണ്, ന്യായവും യുക്തവും എന്ന് തോന്നുന്നത് ഞങ്ങളോട് ചെയ്യുക. അപ്രകാരം തന്നെ അവൻ അവരോട് പ്രവർത്തിച്ചു. അവരെ ഇസ്രായേൽ ജനങ്ങളുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് അവരെ വധിച്ചില്ല. അന്ന് ജോഷു അവരെ ഇസ്രായേൽക്കാർക്കും കർത്താവിൻ്റെ ബലിപീഠത്തിനും വേണ്ടി വിറക് വെട്ടാനും വെള്ളം കോരാനും നിയമിച്ചു. തന്നെ ആരാധിക്കാനായി കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവർ ഇന്നും അതേ ജോലി ചെയ്യുന്നു. അതായത് അവരുടെ ദേവാലയം അപ്പോഴും ഇല്ല. യഥാർത്ഥത്തിൽ ദേവാലയം പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. പക്ഷെ എന്ത് ചെയ്തു, അവിടേക്ക് വെള്ളം കോരാനും വിറക് വെട്ടാനും ചില ആളുകളെ നിയോഗിച്ചു. അതാരാണ്, ഈ ഗിബയോൻകാരാണ്. യഥാർത്ഥത്തിൽ ഗിബയോൻകാർ വിജാതീയരാണ്, മരിക്കപ്പെടേണ്ടവരാണ്, കൊല്ലപ്പെടേണ്ടവരാണ്. അവർ ദൈവത്തിൻ്റെ സന്തതികളല്ല, അല്ലെങ്കിൽ ഇസ്രായേൽ ജനവുമായി ഒരു ബന്ധമില്ലാത്തവരാണ്. ആ പോകുന്ന പോക്കിൽ ജോഷുവയോട് കൊല്ലാൻ തന്നെ ദൈവം കൽപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. പക്ഷേ അവരൊരു ബുദ്ധി പ്രവർത്തിച്ചു. പക്ഷേ എന്ത് പറ്റി, അവർക്ക് ദേവാലയത്തിൽ ഒരു ജോലി കൊടുത്ത് അവരെ മാറ്റി നിർത്തുന്നതായിട്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ഇന്നിവിടെ ഇരിക്കുന്ന എത്ര പേര് ഇസ്രായേൽ ജനത്തിലുള്ളവരുണ്ട്? എത്ര പേരുണ്ട്? യഹൂദരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. യഹൂദ പശ്ചാത്തലത്തിലോ പാരമ്പര്യത്തിലുള്ള ഒരു വ്യക്തി പോലും നമ്മളില്ല. പക്ഷെ ഇന്നെല്ലാം നമ്മൾ ദൈവ പൈതലായി, ദൈവ മക്കളായി നമ്മളിന്ന് നിൽക്കപ്പെടുന്നു. ഇന്ന് എങ്ങനെയാണ് നമുക്ക് ഈ വരം നൽകിയത്? നമുക്ക് ഈ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? സകല വിജാതീയർക്കും യേശു ക്രിസ്തു കാൽവരിയിൽ അവൻ ക്രൂശിതനായിക്കൊണ്ട് നമുക്കൊരു രക്ഷ പകർന്നു നൽകി. ആ രക്ഷയാണ് യഥാർത്ഥത്തിൽ ഇതാ എവിടെ കാണിച്ചു തുടങ്ങുന്നത്. ദൈവം ആയി പട്ടണത്തിലേക്ക് പോയി ശപഥാർപ്പിത വസ്തുവിനെ കണ്ട് ആ ശപഥാർപ്പിത വസ്തുവിലൂടെ നാശം വിതച്ച് ഇസ്രായേൽ ജനം മുഴുവൻ തോറ്റോടി കഴിഞ്ഞപ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിന് മുൻപേ തന്നെ ദൈവം വെളിപ്പാട് കൊടുത്തു, സ്വർണവും വെള്ളിയും നിങ്ങൾ മാറ്റിവെക്കണം. ഈ സ്വർണവും വെള്ളിയും എന്ന് പറയുന്നത് ന്യൂ ടെസ്റ്റ്മെൻറ്റിൻ്റെ തലത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വിദേശ രാജ്യങ്ങളിലുള്ള, അല്ലെങ്കിൽ വിജാതീയ രാജ്യങ്ങളിലുള്ള ചില പ്രഭുക്കന്മാരും ചില രാജാക്കന്മാരുമാണ്. അവിടെ ഉണ്ടായിരുന്ന ചെമ്പും പിച്ചളയും നോക്കിക്കഴിഞ്ഞാൽ വിജാതീയരായ സകല ജനതയും പെടുന്നു. ഇന്ന് നമ്മൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? ഞാനിവിടെ നിന്ന് സുവിശേഷം പറയുന്നു. നിങ്ങൾ ഓരോ ദൈവത്തിൻ്റെ ഓരോ ഭവനത്തിലും സുവിശേഷം പറയുന്നവരാണ്. നമുക്കറിയാം, ഓരോ മാസം വരുമ്പോഴും ഓരോരുത്തർ കൂടി വരുന്നുണ്ട്. ആരെങ്കിലും ഒരാളെ കൈപിടിച്ചു കൊണ്ടുവരും. എവിടെയെങ്കിലുമൊക്കെ ഉള്ളൊരു വ്യക്തിയെ കൈപിടിച്ചു കൊണ്ടുവരും. നിങ്ങളുടെ സുവിശേഷത്തിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ഒരാൾ ഇവിടെ പുതിയതായിട്ട് കടന്നു വരുന്നുണ്ടെങ്കിൽ. ഞാനല്ല കൊണ്ടുവരുന്നത്. ആരാ കൊണ്ടുവരുന്നത്? കർത്താവ് നിങ്ങളിലൂടെ പ്രവർത്തിക്കുക. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളിലൂടെയും പുതിയ വ്യക്തികളെ ഇവിടെ ഒരു വചന പ്രഘോഷണമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കൊണ്ടുവരിക. യഥാർത്ഥത്തിൽ നിങ്ങൾ സുവിശേഷ വേല ചെയ്യുക. നിങ്ങൾക്ക് ഈ സുവിശേഷ വേല ചെയ്യാൻ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? കർത്താവ് പറഞ്ഞോ? കർത്താവ് ആരോട് പറഞ്ഞു? 12 ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകം അങ്ങ് പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവാൻ. നമ്മൾ ശിഷ്യരുടെ മക്കളാണോ? അല്ല, ഇതൊന്നുമല്ല. പക്ഷെ നമുക്കിന്ന് ഈ അവകാശം നമുക്ക് വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ അവകാശം വന്നത് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ജോഷുവയുടെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് അതിൻ്റെ 9-ാം അധ്യായത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന അതിൻ്റെ 27-ാം വാക്യം. നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി വിറക് വെട്ടുകയും വെള്ളം കോരുകയും ചെയ്യണമെന്ന് ദൈവാത്മാവ് പറയുമ്പോൾ ഇതാരെ കണ്ടുകൊണ്ടാണ് ഇത് പറയുന്നത്? ഇന്നുള്ള ഓരോ വിജാതീയരും കർത്താവിന് വേണ്ടി സുവിശേഷ വേല ചെയ്യുക. നിങ്ങളൊക്കെ വെള്ളം കോരുക. നിങ്ങൾ എന്ത് ചെയ്യുക? കർത്താവിന് വേണ്ടി വെള്ളം കോരുകയാണ്. ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? വിറക് വെട്ടുകയാണ്. ദൈവത്തിൻ്റെ ബലിക്ക് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുകയാണ്. നിങ്ങൾ പ്രവർത്തിക്കുക കർത്താവിന് വേണ്ടി.
നിങ്ങളുടെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളുടെ പ്രതിസന്ധികളെ മാറ്റുവാൻ, നിങ്ങളുടെ ക്ലെയിമുകളെ അഴിക്കുവാൻ, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ചൊരിയുവാൻ ദൈവം അത് പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ വീണ്ടും വരിക. ദൈവം പറഞ്ഞു, ജെറീക്കോയിലുള്ള സകലം നിങ്ങൾ എന്ത് ചെയ്യണം? കത്തിക്കണം, നശിപ്പിക്കണം. പക്ഷേ സ്വർണം, വെള്ളി, പിച്ചള ആദ്യമായവ മാത്രം നിങ്ങൾ എനിക്ക് വേണ്ടി മാറ്റിവെക്കണം. അവിടെയുള്ള ആട്, മാട്, മനുഷ്യർ, സകലത് നിങ്ങൾ കത്തിക്കണം, എല്ലാം നിങ്ങൾ നശിപ്പിക്കണം. ഇതൊന്നും നിങ്ങൾ ബാക്കി വെക്കണ്ട, അതെല്ലാം നശിപ്പിച്ചു. എന്ത് ക്രൂരനാ! ദൈവത്തിന് സ്വർണം മാത്രം മതി, അല്ലെങ്കിൽ പിച്ചള മാത്രം മതി. സ്വർണം എന്താ ഉദ്ദേശിക്കുന്നത്? സകല വിജാതിയരും, സകല രാജാക്കന്മാരും, സകല ആധിപത്യങ്ങളും, സകലതും, ഇന്ന് ചുറ്റുപാടുമുള്ള സകലതും ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് സ്വർണം, വെള്ളി, പിച്ചള ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവിടെ വ്യക്തമായി വെളിപ്പാട് നൽകുന്നത് ഇസ്രായേൽ മാത്രമല്ല, അല്ലെങ്കിൽ കാനാൻ ദേശം മാത്രമല്ല, ചുറ്റുമുള്ള സകല രാജ്യങ്ങളും ദൈവപിതാവിന് അല്ലെങ്കിൽ ക്രിസ്തുവേശുവിന് കീഴ്പ്പെടുന്ന, അവൻ്റെ മുൻപിൽ മുഴങ്കാൽ മടക്കുന്നവരായി മാറ്റപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ 12 ശിഷ്യന്മാർ, അല്ലേ, വെറും 12 പേര്, ഇവരിൽ നിന്ന് തുടങ്ങിയ ഈ ശുശ്രൂഷ ഇന്ന് ലോകരാജ്യം മുഴുവൻ കീഴടക്കി. പക്ഷേ ഈ രാജ്യങ്ങൾ മുഴുവൻ കീഴടക്കി സകല രാജാക്കന്മാരും, സകല സ്വർണവും, സകല പിച്ചളയും ഇന്ന് ആരുടെ ഭണ്ഡാരത്തിൽ വന്നു? കർത്താവിൻ്റെ ആലയത്തിൽ, ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൻ്റെ കീഴിൽ വന്നു. അവർ കർത്താവിന് വേണ്ടി വെള്ളം കോരുന്ന, അവർക്ക് വേണ്ടി വിറക് വെട്ടുന്ന തലത്തിലേക്ക് ദൈവം ഉയർത്തി. പക്ഷെ നമ്മുടെ പ്രശ്നം ഇതാണ്, പിന്നെ എന്തുകൊണ്ട് ഈ ജെറീക്കോയിലുള്ളവരെ കൊല്ലാൻ പറഞ്ഞു, അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാൻ പറഞ്ഞു? ദൈവം അത്ര ക്രൂരനാണോ? അവർ മനുഷ്യരല്ലേ? അവരും ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ എന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കാരണമെന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ജോഷുവ ഈ ജെറീക്കോ പട്ടണം ഒളിഞ്ഞു നോക്കാനായിട്ട്, അവിടെ പോയി ഉറ്റുനോക്കാനായിട്ട് കുറച്ച് ആളുകൾ വിടുന്നുണ്ട്. അവരെവിടെ പോയിട്ടാണ് ആശ്രയം പ്രാപിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ അഭയം പ്രാപിക്കുന്നത് എവിടെയാണ്? വേശ്യയായ റാഹാബിൻ്റെ ഭവനത്തിലാണ്. ക്രിസ്തീയത വളരുന്ന കാലഘട്ടത്തിൽ, അതായത് ക്രിസ്ത്യാനിറ്റിയുടെ ആദ്യ കാലഘട്ടത്തിൽ കൊറിന്തോസിൽ സുവിശേഷം പ്രഘോഷിച്ചു. ശക്തമായിട്ട് കൊറിന്തോസിൽ സുവിശേഷം പ്രഘോഷിച്ചു. കൊറിന്തോസ് എങ്ങനെയായിരുന്നല്ലോ അറിയോ? ഏത് തരത്തിലുള്ള ഒരു രാജ്യമായിരുന്നു കൊറിന്തോസ്? 2000 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. വ്യഭിചാരത്തിൻ്റെ പരസ്യമായ ആരാധന കേന്ദ്രങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു കൊറിന്തോസ്. നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ, അതായത് അവിടെയുള്ള ദൈവാലയങ്ങളെന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ദേവദാസി സമ്പ്രദായങ്ങളുള്ള ഒരു രാജ്യമായിരുന്നു, ഒരു സ്ഥലമായിരുന്നു കൊറിന്തോസ്. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ, ആഭിചാരത്തിൻ്റെ കെട്ടുകൾ, അതുമാത്രമല്ല ഈ ആഭിചാരത്തിന് ചെല്ലുന്നവർക്ക് അവിടെയുള്ള ദേവദാസി സ്ത്രീകളുമായി ഒരുമിച്ച് കഴിയാനും ജീവിക്കാനുമുള്ള അവസരം. അതിൽ നിന്ന് കുഞ്ഞുങ്ങൾ പിറക്കുന്നു, എന്നാൽ ആ കുഞ്ഞുങ്ങളെ ബാലിന് ബലിയായി സമർപ്പിക്കുന്ന ഒരു തലത്തിൽ, അത്ര മ്ലേച്ഛകരമായ ഒരു സ്ഥലമാണ് കൊറിന്തോസ് എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് പൗലോസ് പോയിട്ട് എന്ത് ചെയ്തത്? വിറക് വെട്ടിയത്, വെള്ളം കോരിയത്. നല്ല അടിയും കിട്ടി. ആവശ്യത്തിലധികം ഏറ്റവും കൂടുതൽ പ്രഹരമേൽക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. കൊറിന്തോസ്, എഫേസോസ്, ഇവിടെയൊക്കെ പൗലോസിന് പ്രഹരമേറ്റതിന് ഒരു കയ്യും കണക്കുമില്ലെന്നാണ് നമ്മൾ ചരിത്രങ്ങൾ, സുവിശേഷ അപ്പസ്തോല പ്രവൃത്തിയിലൂടെ തന്നെ അത് വ്യക്തമാകുന്നുണ്ട്. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനേക്കാൾ മ്ലേച്ഛമായിരുന്നു ഇവിടുത്തെ പ്രശ്നം. ഈ പറയുന്ന ഇതിനേക്കാൾ മ്ലേച്ഛമായിരുന്നു ഇവിടുത്തെ. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യപ്പെട്ടു, അല്ലേ, നമ്മുടെ ഡിബേറ്റ് ഗ്രൂപ്പിലാണെന്ന് തോന്നുന്നു ഷെയർ ചെയ്യപ്പെട്ടത്. അതെങ്ങനെയായിരുന്നു? ഗംഗയിലെ ജലത്തിൽ 5 വയസ്സുകാരനൊരു ക്യാൻസർ കുഞ്ഞിനെ മുക്കിക്കൊല്ലുന്ന ഒരു വീഡിയോ. നിങ്ങൾ കണ്ടിരുന്ന ആരെങ്കിലും ആ വീഡിയോ? 5 വയസ്സുള്ള കുഞ്ഞിന് ക്യാൻസറാണ്. അപ്പോൾ ഏതോ ഒരു സ്വാമിയോ ഏതോ ഒരു പൂജാരിയോ ആരോ പറഞ്ഞു, എന്ത്, ഇതിനെ വെള്ളത്തിൽ മുക്കി പിടിച്ചാൽ ക്യാൻസർ മാറും, എല്ലാം ശരിയാവും. ഈ വൃത്തികെട്ട തള്ള എന്ത് ചെയ്തു? ഈ കൊച്ചിനെ ഈ വെള്ളത്തിൽ മുക്കി അതിനെ കൊന്നു. നിഷ്കരുണം, അത് മരണപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നീട് വീഡിയോ ക്ലോസ് ഉണ്ട്, ആ കൊച്ച് മരിച്ചു കിടക്കുന്നത്. എന്ത് രസം കാണാമെന്ന് അറിയുമ്പോൾ കൊച്ചിനെ, വളരെ ഭംഗിയുള്ളൊരു കൊച്ച്, ക്യാൻസറാണ്. ഇന്ന് ക്യാൻസറിന് വെള്ളത്തിൽ മുക്കി കൊല്ലേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പറയുമ്പോൾ, ഞാൻ കൊറിന്തോസിലെ കഥ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓ, അത് പണ്ടല്ലേ ബ്രദറെ, 2000 വർഷം മുൻപല്ലേ? അതിനു മുൻപുള്ള കാര്യമാണ് നമ്മളിവിടെ ഈ ജെറീക്കോയിലെ കാര്യം പറയുന്നത്. ജെറീക്കോയുടെ അവസ്ഥയും ഇതിന് സമാനം തന്നെയായിരുന്നു. വേശ്യയായ റാഹാബിൻ്റെ ഭവനത്തിൽ ഇവർ അഭയം പ്രാപിച്ചത്, അങ്ങനെ ഒരു സമ്പ്രദായം അവിടെ ഉണ്ട്. അവിടെ വരുന്ന വിദേശീയർക്ക് അഭയം പ്രാപിക്കാൻ ഇങ്ങനെയുള്ള ഭവനങ്ങൾ ആവശ്യം പോലെ തുറന്നു വച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്
ജെറിക്കോ. മന്ത്രവാദങ്ങളുടെ, ആഭിചാരങ്ങളുടെ ഒരു ഉന്നതമായ സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ ശക്തമായ സ്ഥലമായിരുന്നു ഈ പറയുന്ന ജെറിക്കോ പട്ടണം. മാത്രമല്ല, ഇത്തരം പ്രവൃത്തികളിലൂടെ അനേക മക്കൾ ജനിക്കുകയും ഇവരെയെല്ലാം ബാലിൻ്റെ പ്രതിമകൾക്ക് ബലിയായി സമർപ്പിക്കുകയും ചെയ്ത സ്ഥലമാണ് ഈ പറയുന്ന ജെറിക്കോ. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ബാൽപെയോർ എന്ന് പറഞ്ഞൊരു സ്ഥലം, പെയോറിലെ ബാൽ, നമ്മൾ ആ സംഖ്യാപുസ്തകത്തിൽ ആ കാര്യം വായിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകത്തിൽ ഈ പറയുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ, സമാനകാല ചരിത്രങ്ങൾ പറയുന്നത് ബാലിൻ്റെ ഒരു വലിയ വെങ്കല പ്രതിമ, വളരെ ഉയർന്ന ഒരു വെങ്കല പ്രതിമയുണ്ട് ബാലിൻ്റെ. അത് വെങ്കലം കൊണ്ടുണ്ടാക്കിയതാണ്. ഈ പ്രതിമ അവിടെ എപ്പോഴും കത്തിച്ചൊലിച്ചുകൊണ്ടിരിക്കും. വിറക് ഈ ബാലിൻ്റെ ഈ വെങ്കല പ്രതിമയുടെ അകത്ത്, ഈ പ്രതിമയുടെ ഉള്ള് പൊള്ളയാണ്, അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും, വലിയ ആളുകൾ, ഇവിടുത്തെ ആളുകൾ, അവിടുത്തെ ജോലിക്കാർ അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വിറക് തള്ളി വെച്ചിട്ട് അടിയിൽ നിന്ന് തീ കൊടുത്തുകൊണ്ടിരിക്കും. എപ്പോഴും ഈ വെങ്കല പ്രതിമ ഇങ്ങനെ ചുട്ടുപഴുത്തിരിക്കും. രാവിലെ മുതൽ ഈ വലിയ ഹൈറ്റുള്ള വെങ്കല പ്രതിമ അകത്ത് മുഴുവൻ ഇങ്ങനെ വിറകിട്ട് കത്തിച്ച് ഇതിനെ പഴുപ്പിച്ച് ഇതുപോലെ ചുമന്ന കളറിലാക്കി നിർത്തി. ആ വെങ്കല പ്രതിമയുടെ പ്രത്യേകത 2 കരങ്ങൾ ഇങ്ങനെ നീട്ടി നിൽക്കുന്ന തലത്തിലാണ്. ഇതിൻ്റെ അകത്തോട്ട് ഇവരുടെ കുഞ്ഞുങ്ങളെ, ചോര കുഞ്ഞുങ്ങളെ, 1 വയസ്സ്, 6 മാസം, 3 മാസം ഒക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, ഈ ബാലിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കും. രാവിലെ മുതൽ പഴുത്ത് നിൽക്കുന്ന ഈ വെങ്കല പ്രതിമയുടെ അകത്തേക്ക് ഒരു ചോര കുഞ്ഞിനെ വെച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇത് കത്തിക്കരിഞ്ഞു പോകാൻ വലിയ സമയം വേണോ? വേണ്ട, നിസ്സാര സെക്കൻഡ് കൊണ്ട് അത് കരിഞ്ഞു പോകും. ബാലിന് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബലിയായിരുന്നു ഇത്. ബാൽപെയോറിലെ ബാൽദേവന് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബലിയായിരുന്നു ഇത്. നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനെ ബലി സമർപ്പിക്കുമോ? ഇല്ല, അവർക്ക് അതിനൊരു പ്രശ്നമില്ല. കാരണം 2 കാര്യങ്ങൾ അതിന് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഇവർ ഈ ആരാധനയ്ക്ക് വേണ്ടി ഈ സ്ഥലത്ത് വരുമ്പോൾ ഇവിടെയുള്ള വേശ്യാസ്ത്രീകളുമായി വേഴ്ചയിൽ ഏർപ്പെട്ട് ആ വേഴ്ചയിൽ നിന്നും ജനിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾ. അതായത് അവരുടെ കുഞ്ഞുങ്ങളല്ല, പകരം അവരെന്ത് ചെയ്തതാണ്, ഈ പറയുന്ന ഇവിടെയുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നും ജനിക്കുന്ന ഇത്തരം കുഞ്ഞുങ്ങളെയാണ് ബാലിനിങ്ങനെ ബലിയർപ്പിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോ ആണ് ഞാൻ പറഞ്ഞത്. നമ്മളീ പറയുന്ന ഇന്ത്യയിൽ, ഈ പറയുന്ന മഹത്തരമായ ഇന്ത്യ രാജ്യത്ത് എല്ലാ വിദ്യാഭ്യാസവും വിവരവും ഉണ്ടെന്ന് പറയുന്ന, എല്ലാ അറിവും ഉണ്ടെന്ന് പറയുന്ന, ലോകം ഇത്രത്തോളം വളർന്നു എന്ന് പറയുന്ന, മൊബൈൽ വിരൽത്തുമ്പിൽ ലോകത്തെക്കുറിച്ച് അറിയാനും എല്ലാം കഴിവുള്ള ഈ കാലഘട്ടത്തിൽ ഇത് നടക്കുക. അപ്പോൾ നമ്മൾ പറയാം ആ അമ്മച്ചിക്ക് പ്രാന്താണ്. പണ്ടത്തെ മനുഷ്യൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇതിനെക്കുറിച്ചൊരു അറിവില്ല, ലോകത്തെക്കുറിച്ചൊരു ബോധ്യമില്ലാത്ത ജനത ചെയ്തുകൊണ്ടിരുന്ന പാപമേഖലയാണ് ഞാൻ ഈ പറഞ്ഞത്. ചോര കുഞ്ഞുങ്ങളെ ഈ ബാലിൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്ത് അതിനെ അഗ്നിയാക്കുന്ന ബലിസമർപ്പണം നടക്കുന്ന സ്ഥലമാണ് ഏത്? ബാൽപെയോർ. ഈ ബാൽപെയോറിലേക്ക് പോകുന്ന സമയത്ത് ദൈവം മോശയോട് അരുളി ചെയ്തൊരു കാര്യമുണ്ട്. പെയോറിൽ നിന്നും ഒരൊറ്റ വ്യക്തി പോലും അവസാനിപ്പിക്കരുത്. ജനിച്ചതും ജീവിക്കുന്നതും സകലത്തിനെയും കൊന്നുകളയണം. ഒരെണ്ണത്തിനെ പോലും അവിടെ ബാക്കി വെക്കരുത്. എന്ത് ചെയ്യണം? എല്ലാത്തിനെയും നിഷ്കരണം വധിക്കണം. ഇതിനെ വെച്ചുകൊണ്ട് മുസ്ലിംസ് അല്ലെങ്കിൽ നിരീശ്വരവാദികൾ, ദൈവവിശ്വാസമില്ലാത്തവരൊക്കെ വിമർശിക്കുന്നുണ്ട്. നിങ്ങളുടെ യഹോവ രക്തകൊതിയനാണ്, ഇതാ കൊന്നുകളയാൻ പറയുന്ന, മനുഷ്യരെ കൊല്ലാൻ പറയുന്ന ഒരു ജനതയാണ്. നിങ്ങൾ പറ, ഈ ആചാരം തുടർന്നുകൊണ്ട് പോകണോ, അതോ ദൈവം അതിനെ ഇല്ലാതെയാക്കണോ? അവർ ചെയ്ത പാപത്തിനേക്കാൾ വലുതാണോ ദൈവം പറഞ്ഞത്? അവർക്കുള്ള ശിക്ഷയല്ലേ, അവർക്ക് തക്കതായ ശിക്ഷയല്ലേ? ബോംബെയിലെ അനേകരെ ബോംബ് വെച്ച് കൊന്നവനെ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഇന്ത്യൻ കോടതി എന്ത് തീരുമാനിച്ചു? അവനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. അത് നമുക്ക് പോലെയാ. ഈ പറയുന്ന നിരീശ്വരവാദി അതിനെ സഹതപിക്കുമോ? ഇല്ല. അവന് പറയാൻ പറ്റുമോ ഈ ചെയ്ത് ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ കോടതി ചെയ്തത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരു കോടതിയും പറയത്തില്ല അവർ ചെയ്തത് തെറ്റാണെന്ന്, അല്ലെങ്കിൽ ഒരു ജനവും പറയത്തില്ല, ഇവിടെയുള്ളൊരു നിരീശ്വരവാദിയും പറയത്തില്ല. പക്ഷേ ദൈവം ഇതിലും മ്ലേച്ഛകരമായ പ്രവൃത്തി, അതായത് അജ്മൽ കസബ് 100 പേരെ അല്ലെങ്കിൽ 10 പേരെ കൊന്നെങ്കിൽ ഇവന്മാർ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഇങ്ങനെ നിഷ്ഠൂരമായി വധിച്ചതിന് ദൈവം കൊടുത്ത കൽപ്പനയാണ് എന്ത് ചെയ്യണം? അവിടെ നിന്നൊന്നും അവസാനിപ്പിക്കരുത്, സകലത്തെയും കൊന്നുകളയണമെന്ന് കൃത്യമായി സംഖ്യാപുസ്തകത്തിൽ വ്യക്തമായി കൽപ്പന കൊടുത്തിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതേ സെയിം സന്ദർഭമാണ് നമ്മളിവിടെ ജെറിക്കോയിൽ. ബാൽപെയോർ എങ്ങനെയായിരുന്നു? കൊറിന്തോസ് എങ്ങനെയായിരുന്നു? നിങ്ങൾ ഈ പറയുന്ന ഗംഗാജലത്തിൽ മുക്കിക്കൊന്ന ആ സ്ത്രീ എന്തായിരുന്നോ അതിനേക്കാൾ മ്ലേച്ഛകരമായ പ്രവൃത്തി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവം തൻ്റെ ജനത്തെ ജെറിക്കോയിലൂടെ വഴി നയിക്കുന്നത്.
ജെറിക്കോയിലുണ്ടായിരുന്ന ജനത അവിടെ വ്യഭിചാരത്തിൻ്റെ മേഖലയാണ്, തിന്മയുടെ മേഖലയാണ്, മന്ത്രവാദത്തിൻ്റെ കൂടാണ്. ശക്തമായ മന്ത്രവാദങ്ങൾ ചെയ്തുകൊണ്ട് ഇത്തരം പാപങ്ങൾ ചെയ്ത് മ്ലേച്ഛത പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, അതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളൊന്നും എടുക്കരുത്. എന്നാൽ വെള്ളിയും സ്വർണവും എടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എത്രയാണ്? പാപം ചെയ്തവനാണെങ്കിലും ദൈവസന്നിധിയിൽ നിനക്കൊരു വിടുതലുണ്ട്, ഒരു രക്ഷയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? സ്വർണവും വെള്ളിയും നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റിവെക്കണം. കാരണം എന്താ? സ്വർണവും വെള്ളിയും അഗ്നിയിൽ എന്ത് സംഭവിക്കും? ഉരുകും അല്ലേ? നമ്മൾ ഈ അമ്മച്ചിമാരൊക്കെ പഴയ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി കാതിലെ കമ്മലൊക്കെ കൊണ്ടുപോയി എന്ത് ചെയ്യും? വിൽക്കാൻ നേരത്ത് തൂക്കുമ്പോൾ ചിലപ്പോൾ 2 പവനുണ്ടാവും. 2 പവനുണ്ടെന്ന് പറഞ്ഞിട്ട് തൂക്കിയിട്ട് ആ സാറ് പറയും, അല്ലെങ്കിൽ അവിടുത്തെ ജോലിക്കാരൻ പറയും, ഞങ്ങളിതൊന്ന് ഉരുക്കിയിട്ട് തൂക്കാം, അപ്പോൾ നമുക്ക് കറക്റ്റ് തൂക്കം പറയാം. ഉരുക്കിയിട്ട് തൂക്കി കഴിയുമ്പോൾ എന്തേറ്റും? അമ്മച്ചി കഴിഞ്ഞ 10 വർഷമായിട്ട് കുളിക്കാത്ത ചെളിയൊക്കെ ഈ കമ്മലുമ്മേ അതിൻ്റെ ഓരോ സ്ഥലത്തും പറ്റി പിടിച്ചിരിക്കുന്നതും ഇതെല്ലാം അങ്ങോട്ട് ഉരുകിയാണ് മാറിപ്പോകും. സ്വർണ്ണം മാത്രം എന്ത് ചെയ്യും? ഇങ്ങോട്ട് വേർതിരിക്കപ്പെടും. അപ്പോൾ 2 പവൻ എന്നുള്ളത് ചിലപ്പോൾ 1.25 പവനാകും. അമ്മച്ചിയുടെ കുളി പോലെ ഇരിക്കും. അത് 1.5 പവനാവണോ 1 പവനാവണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത് പോലെ ഇരിക്കും. ഈ സ്വർണ്ണമാണെങ്കിലും അതിൻ്റെ അകത്ത് ഈ പറയുന്ന എന്തിരുന്നാലും ഉരുകും. അഗ്നിയിൽ അതിനെ ശോധന ചെയ്ത് കഴിഞ്ഞാൽ തിന്മ അതിൽ നിന്ന് മാറ്റപ്പെടുകയും നല്ലത് മാറ്റി നമുക്ക് ഉപയോഗിക്കുന്ന തലത്തിലേക്ക് വരികയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നീ ബാൽപയോറിലെ പോലെ തിന്മ ചെയ്തവനാണെങ്കിലും, നീ കൊറിന്തോസിലുണ്ടായ ജനം ചെയ്ത പാപം ചെയ്തവനാണെങ്കിലും, നീ എത്ര വലിയ പാപിയാണെങ്കിലും, നീ എത്ര വലിയ തിന്മ ചെയ്തവനാണെങ്കിലും, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നിനക്കൊരു സൗഖ്യമുണ്ട്, നിനക്കൊരു വിടുതലുണ്ട്, നിനക്കൊരു മാനസാന്തരമുണ്ട്, നിനക്കൊരു പുനർജീവിതമുണ്ട്. നിന്നെ വീണ്ടെടുക്കാൻ കഴിവുള്ള, സ്വർണം അഗ്നിയിൽ എന്ന പോലെ വിശുദ്ധീകരിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നിന്റെ ദൈവം. യഹോവയായ ദൈവം സത്യദൈവമെന്ന് അവൻ വെളിപ്പെടുത്തിക്കൊണ്ട് കർത്താവായ ദൈവം പറയുകയാ, അവിടെയുള്ള മറ്റു വസ്തുക്കളെല്ലാം നീ അഗ്നിയിൽ ദഹിപ്പിക്കണം, പക്ഷേ അവിടെയുള്ള സ്വർണവും വെള്ളിയും നീ എൻ്റെ ഭണ്ഡാരത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കണം. അവർ എനിക്ക് വേണ്ടി വേല ചെയ്യും, അവർ എനിക്ക് വേണ്ടി വെള്ളം കോരുന്നവരും എനിക്ക് വേണ്ടി വിറക് വെട്ടുന്നവരുമാകുവാൻ ഞാൻ അവരെ തെരഞ്ഞെടുക്കും. ഞാൻ എൻ്റെ ജനതയായി അവനെ മാറ്റം വരുത്തും എന്ന് കർത്താവ് അരുളി ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ ഒരു യോഗ്യതയുമില്ലാത്തവനാണ് ഞാൻ. അതുപോലെ തിന്മ ചെയ്ത് അതുപോലെ പാപം ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ കർത്താവ് എന്നെ സ്വർണം അഗ്നിയാൽ വിശുദ്ധീകരിക്കുന്നത് പോലെ എന്നെ വിശുദ്ധീകരിക്കാൻ കൃപയായതുകൊണ്ട് ഇന്ന് ഈ ഹോളിൽ ഇതിൻ്റെ മുൻപിൽ, ഈ മൈക്കിൻ്റെ മുൻപിൽ നിന്ന് നിങ്ങളോട് കർത്താവിൻ്റെ വചനം പറയാൻ ദൈവം എന്നെ നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് എൻ്റെ യോഗ്യതയല്ല, അത് എൻ്റെ കഴിവല്ല, അതെൻ്റെ ശക്തിയല്ല. കൃപ എന്നിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ്. അത് ഞാൻ പ്രവർത്തിക്കുന്നതല്ല, അത് എൻ്റെ ശക്തിയല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യസ് ലേഖനത്തിൽ അതിൻ്റെ 15-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും അധികം പ്രവർത്തിച്ചു, ഞാൻ ഏറ്റവും അധികം ഓടി, പക്ഷെ ഞാനല്ല ഓടിയത്, എന്നിലൂടെ ദൈവകൃപ പ്രവർത്തിച്ചു, ദൈവത്തിൻ്റെ കൃപ എന്നിലൂടെ പ്രവർത്തിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. പൗലോസ് സ്ഥാപിച്ചത്രയും സഭകൾ ആരാ സ്ഥാപിച്ചിരിക്കുന്നത്? ഒറ്റ ആളും സ്ഥാപിച്ചിട്ടില്ല. എഫേസൂസിൽ, അല്ലെങ്കിൽ കൊറിന്തോസിൽ, കൊളോസോസിൽ, ഫിലിപ്പയിൽ, ഇങ്ങനെ ഓരോ സ്ഥലത്തും പൗലോസ് അവൻ ഓടി ശക്തമായി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. ഏറ്റവും കൂടുതൽ ഓടിയത് ഇവരാ. അപ്പസ്തോലനായ മറ്റു പേര് അവർക്ക് ഓടാൻ കഴിയാത്തതിനേക്കാൾ കൂടുതൽ ആരോടി? പൗലോസ് ഓടി. പക്ഷെ പൗലോസ് പറയുക, ഞാനൊട്ടും ഓടിയിട്ടില്ല. ഞാനല്ല ഓടിയത് എന്താണ്? എന്നിലുള്ള ദൈവകൃപയാണ്. ഞാനല്ല പ്രസംഗിച്ചത്, ഞാനല്ല സുവിശേഷം പ്രസംഗിച്ചത്, ഞാനല്ല ഡെലിവറൻസ് ചെയ്തത്, ഞാനല്ല സുവിശേഷത്തിലേക്ക് അവരെ കൊണ്ടുവന്നത്, ഞാനല്ല പിശാചുകളെ ബഹിഷ്കരിച്ചത്. പകരം എന്നിലുള്ള ദൈവകൃപയാണ് ഓടിയതും പ്രവർത്തിച്ചതും ശുശ്രൂഷിച്ചതും സകലതും എന്നിലുള്ള ദൈവകൃപയാ. അതുകൊണ്ട് അഭിമാനിക്കാൻ എനിക്ക് വകയില്ല, അത് ഞാനല്ല ചെയ്തതെന്ന് പൗലോസ് പറയുകയാണ്. ഹല്ലേലൂയ. അത്രയും സഭകൾ സ്ഥാപിച്ച പൗലോസ് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ? എന്തെങ്കിലും പറ്റുമോ? പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം അത്രയേ ഉള്ളൂ, മറ്റുള്ളവരെക്കാൾ, എനിക്ക് തോന്നുന്നു ഈ ഹോളിലിരിക്കുന്നവരെക്കാളൊക്കെ പാപിയായിരുന്നു ഞാൻ, തിന്മ ചെയ്തവനായിരുന്നു ഞാൻ. പക്ഷേ സ്വർണം വിശുദ്ധീകരിക്കുന്നത് പോലെ ദൈവം എന്നെ വിശുദ്ധീകരിച്ചു. അത് ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. അത് നിങ്ങളെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒരുപക്ഷെ ആരെങ്കിലും ഇന്ന് കേൾക്കുമ്പോൾ അയ്യോ ഞാൻ പാപിയാണല്ലോ, ഞാൻ തിന്മ ചെയ്തവനാണെന്നുള്ളൊരു ബോധ്യമുണ്ടാകും. പക്ഷേ കർത്താവിന് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. നിങ്ങളെ വിശുദ്ധീകരിച്ച് മാറ്റി നിർത്താൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ.
നിങ്ങൾ എന്തായിട്ട് ദൈവം കാണുന്നേ? ഭണ്ഡാരത്തിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വർണവും വെള്ളിയുമായിട്ട് ദൈവം നിങ്ങളെ മാറ്റി വെച്ചിരിക്കുന്നേ. ദൈവം നിങ്ങളെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ വിജാതീയ ജനതയെ കണ്ടുകൊണ്ട്, അങ്ങ് അകലെ നിൽക്കുന്ന വിജാതീയരെ കണ്ടുകൊണ്ടാണ്, യേശു ക്രിസ്തുവിനുള്ള രക്ഷയെ കണ്ടുകൊണ്ടാണ് അവിടെ പഴയ നിയമത്തിൽ ജോഷുവായിട്ട് പറയുന്നത്, ജോഷുവ നീ അവിടെയുള്ള ജനത്തെ മുഴുവൻ നശിപ്പിക്കണം, പക്ഷേ സ്വർണവും വെള്ളിയും എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി നീ മാറ്റിവെക്കണം. കാരണം സ്വർണവും വെള്ളിയും അവൻ്റെ പാപക്കറകളെ മാറ്റിയാൽ അവൻ വിശുദ്ധീകരിക്കപ്പെടും. പക്ഷെ പാപക്കറയോടുകൂടെ നിൽക്കുകയെന്നെങ്കിലോ, അതേ പാപക്കറയിൽ തന്നെ നിൽക്കുകയാണെങ്കിലോ, ദൈവത്തോട് പാപങ്ങൾ ഏറ്റുപറയുന്നില്ലെങ്കിലോ, ഇത് എൻ്റെ യോഗ്യതയാണ് അല്ലെങ്കിൽ എൻ്റെ കഴിവാണെന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ നാശത്തിലേക്ക് പോകും. ഹല്ലേലൂയ. അത് ദൈവം ഇത് പറയുമ്പോൾ അവിടെ ഒരു ദേവാലയമില്ല, ഇത് ഭണ്ഡാരത്തിൽ സ്ഥാപിക്കാൻ പറയുമ്പോൾ ഒരു ഭണ്ഡാരമില്ല, അവിടെ വേലക്കാരില്ല, ഇതൊന്നുമില്ല. പക്ഷേ എല്ലാം അപ്പുറം കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന സോളമൻ്റെ കാലത്ത് പണിയാനിരിക്കുന്ന ദേവാലയത്തെക്കുറിച്ചാണ് ഇന്ന് പ്രവചനം കൊടുക്കുന്നത്. അതാണ് ക്രിസ്തുവേശുവിനെ കണ്ടുകൊണ്ട്. അതായത് യഥാർത്ഥ ആലയം എന്ന് പറയുന്ന ആരാ? യഥാർത്ഥ ആലയം ആരാ? യേശു പറയുന്നുണ്ട്, നിങ്ങൾ ഈ ആലയത്തെ നശിപ്പിക്കുവിൻ, 3 ദിവസം കഴിയുമ്പോൾ ഞാൻ ആ ആലയത്തെ പുനരുദ്ധരിക്കും. ഏതാലയത്തെക്കുറിച്ചാണ് പറഞ്ഞത്? തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് യേശു പറഞ്ഞത്. എന്ന് കർത്താവ് പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾ യഥാർത്ഥ ആലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിങ്ങൾ നിക്ഷേപിക്കപ്പെടും. യഥാർത്ഥ ആലയത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലും. യഥാർത്ഥ ആലയമാകുന്ന ക്രിസ്തുയേശുവിൻ്റെ ശരീരരക്തങ്ങൾ നിന്നെ വിശുദ്ധീകരിക്കും. നിന്നെ വീണ്ടെടുക്കാൻ കഴിവുള്ളവനാണ് ആ യഥാർത്ഥ ആലയം. അത് വരാനിരിക്കുന്നു എന്നുള്ളതെന്ന് ജോഷുവയ്ക്ക് അറിയാം, അല്ലെങ്കിൽ ദൈവാത്മാവിൽ പ്രവാചകന്മാർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. അതാണ് അവിടെ പറയുന്നത്, സ്വർണവും വെള്ളിയും മാറ്റിവെക്കണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന.